ഈ മനുഷ്യർ അവിടെയാണ്. ആ മനുഷ്യരുടെ ഒരു ജീവനെ തേടിയുള്ള പ്രതിബദ്ധത മാത്രമല്ലേ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാനുള്ളൂ. ശ്രീ ഹരിദാസ്, നോക്കൂ, ഇവിടെ ഒരു പരമസാധു മനുഷ്യൻ ഇന്നലെ രാവിലെ പോയതാണ്. ഇന്ന് രാത്രിയാണ് റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് മൊഴിയുന്നത്. നേരത്തെ ADRM വന്ന് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. എം കെ ഹരിദാസ്, നമ്മൾ ഈ മണിക്കൂറുകളിൽ കടന്നു പോകുന്നത് എത്രത്തോളം ദാരുണമായ സംഭവവികാസങ്ങളിലൂടെയാണ്? നമ്മൾ ദാരുണമായ സംഭവവികാസങ്ങളിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ഹാഷ്മിയെ പോലുള്ളൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറയേണ്ട ഒരു വാക്കുണ്ട്. അതായത് എത്രയും അപകടം നിറഞ്ഞ ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് കൂടി പറയണം. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബിഗ് സല്യൂട്ടാണ്. ഒരു ബിഗ് സല്യൂട്ടിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ല അവിടെ. കാരണം അവർ പോലും സുരക്ഷിതരല്ലാതെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ എത്ര പേർക്ക് തിരിച്ച് കയറി അവരുടെ വീടുകളിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് ഓർക്കാതെ അവരെ ഒരു ജീവൻ ഇനിയും രക്ഷിക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ അവർ കാണിച്ചു കൂട്ടുന്ന ഈ പ്രക്രിയയെ കേരളത്തിലെ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ശതകോടി നമ്മൾ പറയില്ലേ ബിഗ് സല്യൂട്ടുകൾ കൊടുക്കണം. ഒരു ചക്രവർത്തിയും 20 നാട്ടുരാജാക്കന്മാരും വാണരുളുന്ന ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ദയനീയ സ്ഥിതിയാണ് ഹാഷ്മി. ഈ അവസ്ഥയിലൂടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. എന്താണ് നാണമില്ല ഇവർക്ക്? ഇതാണോ ഭരണം എന്ന് പറയുന്നത്? ഒരു ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മാലിന്യത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിൻ്റെ സാധാരണ സ്ഥലങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ട് ഇവിടെ ഭരിക്കുന്നവർക്ക് എന്ത് ചുക്കും ചുണ്ണാമ്പുമാണ് അറിയുക? അങ്ങേയറ്റം ദയനീയമായി പോയി. കാരണം ഈ ജോയി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ജോലിക്ക് ഇറങ്ങുന്നത് ഇതൊരു വൈറ്റ് കോളർ ജോബാണ്, ഇത് എനിക്ക് കാല് നനയണ്ട കൈ നനയണ്ട എന്ന് വിചാരിച്ചിട്ടല്ല ആ പാവം ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മലമൂത്ര വിസർജനാദികളിൽ ഇറങ്ങിക്കൊണ്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഇവിടുത്തെ നമ്മളെപ്പോലുള്ള തമ്പ്രാക്കന്മാർക്ക് ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾക്ക് ഇനിയും മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്തിയിട്ട് ഇത്തരം തോടുകളിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാവത്തിൻ്റെ ജീവൻ ഞാൻ മൂപ്പിക്കുന്നില്ല. ഇത് അങ്ങേയറ്റം അപലപനീയമായി പോയി. പരസ്പര ധാരണയില്ലാതെ പരസ്പരം ഈ പഴിചാരുന്നവരെയുണ്ടല്ലോ അവരെയൊക്കെ ഈ ക്രിമിനൽ കേസിൽ പെടുത്തിക്കൊണ്ട് കേസെടുക്കുകയാണ് വേണ്ടത്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ കോഴിക്കോട് മാൻഹോളിൽ ഇറങ്ങിയ 2 യുവാക്കൾ, അവരുടെ പേരെനിക്ക് നല്ല ഓർമ്മയുണ്ട്, റിനീഷ്, അശോകൻ. ഈ 2 പേരും മരിച്ചൊരു സംഭവം 2015 ഉണ്ടായി. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വസ്തു കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ഹാഷ്മിക്ക് അറിയാമെന്നാണ് തോന്നുന്നത്. അന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അന്ന് ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. അതായത് ഇത്തരം മാൻഹോളിലും ഇത്തരം ക്ലീനിങ്ങിനും ഇറങ്ങുമ്പോൾ കൃത്യമായ പാലിക്കാൻ വേണ്ടിയിട്ട് 135 പേജുള്ള ഒരു ഗൈഡ് ലൈൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞുല്ലോ. അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവർക്ക് ഉത്തരവാദിത്വമില്ല. അപ്പോൾ അതോടുകൂടിയിട്ട് എന്തായി? ദുരന്ത നിവാരണ അതോറിറ്റി കൈ കഴുകി. അവിടെ 2 പേര് മരിച്ചു. അത് കഴിഞ്ഞ് കുസാറ്റിൽ 4 കുട്ടികൾ മരിച്ചു. 4 കുട്ടികൾ മരിച്ചിട്ടുള്ള ആ ദുരന്തത്തിലും ഇതുമാതിരിയൊരു ചർച്ചയിലെ മറ്റൊരു മാന്യൻ, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷങ്ങൾ കൈപ്പറ്റുന്നൊരു മാന്യൻ വന്നിരുന്നിട്ട് പറയുന്നത് കേട്ടു, ഇത്തരം ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ പാലിക്കേണ്ട വിവരങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ 96 പേജുള്ള ഒരു ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പാലിച്ചിരുന്നുവെങ്കിൽ ഈ 4 മരണം നടക്കുകയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അത്തരത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഒരാളെ ഈ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തിയാൽ അദ്ദേഹം പറയും, ഇത്തരത്തിലുള്ള തോടുകളിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള മുൻകരുതലുകളെ കുറിച്ചിട്ട് ഞങ്ങൾ ഇറക്കിയ ഗൈഡ് ലൈൻസ് വായിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ കുറേ ഫയലിലെ കുറേ ഗൈഡ് ലൈൻസ് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഇത്തരം പാവങ്ങളെ ബലിയാടുകളാക്കിക്കൊണ്ടിട്ട് നമ്മുടെ നഗരം വൃത്തിയാക്കാമെന്ന് ധരിക്കുന്ന നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമുണ്ടല്ലോ. രാത്രി ഓടുന്ന ഒരു ബസ്സിലിരുന്നു കൊണ്ട് ലൈംഗിക ചേഷ്ട കാണിക്കുകയും മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്ത ഒരു ഡ്രൈവറുടെ നേരെ തൻ്റെ വാഹനം കുറുക്കയിട്ടുകൊണ്ട് നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായ ഒരു കോർപ്പറേഷൻ മേയറുടെ മൂത്ത് പഴുത്ത് പാകമാവാത്ത ഒരു കോർപ്പറേഷൻ മേയറുടെ മൂക്കിന് താഴെ ഈ മാലിന്യ കൂമ്പാരം ഒഴുകുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയപ്പോൾ ഈ കാഴ്ച കണ്ടു. ഈ തോട്ടിലൂടെ തുടക്കം മുതൽ അവിടെ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും കറുത്തഴുകുന്ന കാര്യം നമ്മൾ എക്കാലവും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ജീവന്റെ ഉത്തരവാദി ആരെ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പക്ഷേ മേയറുടെ മണ്ടയ്ക്ക് മാത്രം വെക്കാൻ പറ്റില്ല. ശ്രീ ഹരിദാസ്, ഞാൻ